കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പ്രദേശവാസികളുടെ സ്ഥലത്തിന്റെ വിവരശേഖരണം നടത്തി. വരും ദിവസങ്ങളിൽ കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. പതിറ്റാണ്ടുകളായി കല്യാണത്തണ്ട് മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്ന ജനങ്ങളെ ഇറക്കിവിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കല്യാണത്തണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തിയത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് 27-ന് ചൊവ്വാഴ്ച കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. രാവിലെ 10-ന് ഇടുക്കി കവല പമ്പ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിക്കും. ഈ പ്രദേശത്തെ ആളുകളുടെ രേഖകൾ പരിശോധിക്കുന്ന മീറ്റിംഗാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. 27-ാം തീയതി ചൊവ്വാഴ്ച കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയുള്ള സമരപരിപാടി നടത്തപ്പെടുകയാണ്. ഇത് അതിശക്തമായി സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ, ജനകീയ സമിതി നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ ഇവിടെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഈ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രിയോടും ബഹുമാനായ ഭരണകക്ഷി അംഗങ്ങളോടും ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് പട്ടയം കൊടുക്കൂ. ഈ പറയപ്പെട്ട ചന്ദ്രയ ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിങ്ങൾ പട്ടയം കൊടുക്കൂ. ആ പട്ടയം കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് അവർ കടന്നു വരിക. അല്ലാതെ ആശങ്കപ്പെടേണ്ട എന്ന് ഒരുപാട് കാര്യങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം താങ്ങുമെന്നാണ് ബഹുമാനായ മന്ത്രി പോലും പറഞ്ഞത്. അപ്പം ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് കാര്യമില്ല. അങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികളിലേക്ക് ഇവർ കടന്നു പോവുക. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ കാപട്യമാണ്. എന്തായാലും ശക്തമായ എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ശക്തമായ സമര പരിപാടികളുമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും ജനകീയ സമിതിയും മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു സമര പരിപാടിയല്ല. ഇവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വർഷങ്ങളായിട്ടുള്ള പദ്ധതികൾ പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കട്ടപ്പന നഗരസഭയെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കിടന്ന ആളുകൾക്കിടയിൽ ആശങ്ക വരുത്താതെ നിങ്ങൾ നിയമപരമായി ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അതിന് നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി പട്ടയം തരുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കി തരുന്ന കാര്യം ഞങ്ങൾ അറിയിക്കുന്നു. 27-ാം തീയതി പരിപാടി ശക്തമായി ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകും. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ ചെയർമാനും കൺവീനറും നയിക്കുന്ന സമരം വില്ലേജ് ഓഫീസിലേക്കുള്ള ഉപരോധ മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന ഇടുക്കി കവല പമ്പിൽ നിന്നും ആരംഭിക്കും. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 30-ാം തീയതി ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. നിവാസികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കവുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടുത്തെ ഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുക. ഇത് ഇവിടുത്തെ പാവപ്പെട്ട 43 കുടുംബങ്ങളെ കുടിയിറക്കുവാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഗൂഢമായ നീക്കം. ആ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ കട്ടപ്പനയിലെയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായി ഈ കുടിയിറക്കിനെതിരെ നമ്മൾ മുന്നോട്ടുള്ള സമരപരിപാടിയുമായി മുന്നോട്ട് പോകും. ഈ 27-ാം തീയതി കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് ഇവിടുത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടി നടക്കും. തുടർന്ന് 30-ാം തീയതി കർഷക കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് നമ്മൾ സമരപരിപാടി നടത്തുന്നു. നമുക്ക് ഈ നോട്ടീസ് തന്ന ഓഫീസിലേക്കാണ് 30-ാം തീയതി പോകുന്നത്. കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി 500ഓളം പേര് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്നുകൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സമരത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയും കർഷക കോൺഗ്രസും അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയാലും ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. വിവരശേഖരണ പരിപാടിയിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, ബീന ജോബി, ഷാജി വെള്ളമാക്കൽ, അരുൺ കാപ്പുക്കാട്ടിൽ, പൊന്നപ്പൻ അഞ്ചപ്ര, PS മേരിദാസൻ, സമരസമിതി ചെയർമാൻ ബിജു ചക്കുച്ചിറ, ദാസ് കടത്തിപ്പറമ്പിൽ, രാജേന്ദ്രൻ പുളിന്താനത്ത്, രാജൻ പറച്ചിക്കൽ, നോബൽ തോമസ്, കൺവീനർ TC മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ.
ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.